ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാണ്. പിന്നെ എല്ലാവരും എക്സാമിൻ്റെ റിസൾട്ട് ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാം. അതുകൊണ്ട് എനിക്കിന്ന് എക്സാമാണ് ഗായ്സ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് ആണ് എക്സാം. പിന്നെ എല്ലാം കൊണ്ട് എനിക്കിന്നൊരു പൊട്ട ദിവസമാണ്. കാരണം എനിക്ക് രാവിലെ തന്നെ പീരിയഡ്സ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഓണം എക്സാം വെച്ചത് ഭയങ്കര ബോറായി ഗായ്സ്. അത് മുമ്പ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പഠിച്ചു പോയിരുന്നത്. ഓണം വെക്കേഷൻ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കറി വെക്കുന്നുണ്ടായിരുന്നു. ഗ്രീൻ ബീൻസ് ആണ് കേട്ടോ. ഇതിവിടെ ആണ്ടിലും കൊല്ലത്തിലേ വെക്കാറുള്ളൂ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ നല്ല സവോളയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ വെക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വെള്ളിയച്ഛൻ ചായക്കടയിൽ നിന്ന് പുട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പോയി ബ്രഷ് ചെയ്യാൻ പോവാണ്. പിന്നെ പീരിയഡ്സിൻ്റെ 2 ദിവസം എനിക്ക് നല്ല ഓവർഫ്ലോ ഉണ്ടാവാറുണ്ട്, നല്ല പെയിനും ഉണ്ടാവാറുണ്ട്. അപ്പം ആകെ ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ് ഗൈസ്. പിന്നെ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ആദ്യത്തെ 2 ദിവസം ഞാൻ പാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഒന്ന് ഓവർഫ്ലോ ഒന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ് വയ്ക്കാറ്. അങ്ങനെ ഞാൻ പുട്ടും ഗ്രീൻ ബീൻസ് കറിയും പിന്നെ പപ്പടം കൂട്ടി കഴിക്കാണ്. പുട്ട് പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ യൂണിഫോം തയ്ക്കാൻ നിൽക്കുകയാണ്. പിന്നെ ഇന്ന് സ്പെഷ്യൽ യൂണിഫോം ആണ് ഗൈസ്, കോട്ടും പാൻറ്റും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ അത് തയ്ച്ച് പിന്നെ അമ്മ എനിക്ക് ഇവിടെ ചോറാക്കാണ്. ചോറ് പിന്നെ അമ്മച്ചിയുടെ സ്പെഷ്യൽ അച്ചാറുണ്ട് ഗൈസ്. ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഇവരെന്നും കൊണ്ടുവരാൻ പറയും അച്ചാർ. അപ്പം അത് ചോറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇടും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഗ്രീൻ ബീൻസ് കറിയും കൂടെ വെച്ചിട്ട് അമ്മ അങ്ങനെ എനിക്ക് ഫുഡൊക്കെ റെഡിയാക്കി തന്നു. അപ്പൊ റീസെന്റ് ഞാൻ പീരിയഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്ന പാഡ് ആണെന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് എവർട്ടിന്റെ പീരിയഡ് കെയർ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ്. ഇത് അൾട്രാ സോഫ്റ്റ് പാൻറ്റീസ് ആയതുകൊണ്ട് നമുക്ക് റെഗുലർ അണ്ടർവെയർ പോലെ നല്ല കംഫർട്ടാണ്. ഇത് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഫുൾ ബാക്ക് ടു ഫ്രണ്ട് കവറേജ് ഉണ്ട്. അത് മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ബൾക്കി. ഫിറ്റ്നസ് ടെക്നോളജി പ്രകാരം നിർമ്മിച്ചത് കൊണ്ട് തന്നെ ബാഡ് ഓർഡർ കൺട്രോൾ ചെയ്യും. സാധാ പാഡുകൾ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. ഇത് നല്ല കോട്ടണി കംഫർട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇച്ചിങ്ങോ ഇറിറ്റേഷനോ വരുന്നില്ല. ബോഡി കംഫർട്ട് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാൻ ഒരു ടെൻഷനും. ചിലർക്കുള്ളൊരു സംശയമാണ് ഇതേപോലെയുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുമെന്ന്. പക്ഷെ ഇത് തിന്നായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് നല്ല കംഫർട്ട് ഫിറ്റ് ആയിട്ട് തന്നെ കിടന്നോളും. സാധാ പാഡുകൾക്ക് സൈഡിലൂടെയുള്ള ലീക്കേജ് ഉണ്ടാവും, പക്ഷെ ഇതിന് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാനത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു ഡിസ്കംഫർട്ട് ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി. പിന്നെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് കണ്ണ് എഴുതണം. കണ്ണ് എഴുതിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണ് ഭയങ്കര ഉറക്കം തൂങ്ങി പോലെ ഇരിക്കും. അത് എന്ന് എഴുതി അങ്ങനെ എനിക്ക് അത് ശീലമാണ്. എനിക്കത് കണ്ണ് എഴുതാണ്ട് എനിക്ക് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു 8:30 ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് ഞാൻ 8:30 ആവാത്തോണ്ട് ഞാൻ അങ്ങനെ വെറുതെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ എല്ലാവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് അതിന്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പോൾ റിസൾട്ടൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഫിസിക്സ് എക്സാം ആയിരുന്നു എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം എനിക്ക് ടഫായിട്ടുള്ള ഒരു വിഷയമാണ് ഗൈസ് ഫിസിക്സ്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം എനിക്കത് പഠിച്ചാലും എനിക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്കത് അങ്ങനെ മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. പിന്നെ മമ്മ എന്നോട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയാണ്. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ പറയുക, എനിക്ക് ഫിസിക്സ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടഫാണ്, എന്താവും അറിയില്ല എനിക്ക് എക്സാം. അതുകൊണ്ട് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മമ്മയ്ക്ക് ഉമ്മയ്ക്ക് കൊടുത്ത് ഞാൻ സ്കൂളിൽ പോകും. അങ്ങനെ 4 മണിയായപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് അമ്മ വീണ്ടും കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഐഡന്റി കാർഡ് കിട്ടി ഗൈസ്. ഐഡന്റി കാർഡ് ഞാൻ കാണിക്കില്ല അല്ല. പിന്നെ അങ്ങനെ ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ അവിടെ ആമീന് ഇഞ്ചക്ഷൻ കുത്തിയിട്ടിരിക്കുകയാണ് ഗൈസ്. 2 കയ്യിലും ഒരു തൊടയുടെ അവിടെയും. അപ്പോൾ അങ്ങനെ കുട്ടി കരച്ചിലാണ്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് ചാടി വന്നു. അങ്ങനെ ഞാൻ കുറച്ച് തോളത്തിട്ട് അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടായതുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കയറ്റി കൊണ്ടുവരണം. അപ്പം പതുക്കെ നമ്മളത് കൊണ്ടുവരും. ഇപ്പോൾ ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും പോണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.